സന്തോഷ് കൂടി ചേരുകയാണ്. സന്തോഷ്, എവിടെയാണുള്ളത്? അക്ഷയ്, ഞാനിപ്പോൾ ഈ ദുരന്തബാധിത മേഖലയിൽ തന്നെ അവിടെ ഈ ഒരു സ്ഥലത്ത് പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ആളുകളെ അവിടേക്ക് കടത്തിവിടുന്നില്ല. ഇവിടെയാണ് പോലീസ് സംരക്ഷണ വലയം തീർത്തിരിക്കുന്നത്. പോകാൻ കഴിയുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ ഇതിന് തൊട്ടപ്പുറത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള മണ്ണുകൾ മാറ്റുക. മീനാക്ഷി പാലത്തിൻ്റെ തൊട്ടടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെയുള്ള മണ്ണ്, പാലത്തിലെ മണ്ണ് ഏതാണ്ട് പൂർണ്ണമായും തന്നെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിലേക്കുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം. മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നുള്ളത് പറയേണ്ടി വരും. എങ്കിലും ഇതുവരെ തടസ്സം നേരിട്ടിട്ടില്ല. ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മീനാക്ഷി പാലത്തിനപ്പുറത്തുള്ള ഈ മണ്ണ്, താഴേക്ക് പതിച്ചിട്ടുള്ള ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തുള്ള ആളുകൾ ഉണ്ടോ അവരെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. 5 പേരെയാണ് ഇപ്പോൾ കണ്ടെത്താനുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ഏതെങ്കിലും ഏത് ഭാഗത്താണ് എന്നുള്ള ആളുകൾ എന്നുള്ളതിനെ സംബന്ധിച്ചോ മറ്റു തരത്തിലുള്ള ഒരു കൃത്യമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് മാറ്റി പൂർണ്ണമായും മാറ്റുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ദൗത്യമായി കാണുന്നത്. മണ്ണ് മാത്രമല്ല, അവിടെ ഈ ഒരു സംരക്ഷണ ഭിത്തി എന്നുള്ള രീതിയിൽ തീർത്തിട്ടുള്ള ഒരു കോൺക്രീറ്റിൻ്റെ പാളികളുമെല്ലാം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് അടർന്നു വീണിട്ടുണ്ട്. അതെല്ലാം നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പോലീസും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ NDRF-ഉം ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ പ്രദേശവാസികൾക്കും അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് ജനങ്ങൾക്കെല്ലാം തന്നെ ഈ പ്രദേശത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം രാത്രിയും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഈ അവലോകന യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം ഏറ്റവും പ്രധാനമായും ഈ യുദ്ധകാല അടിസ്ഥാനത്തിൽ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം എത്തിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. 4 സോണുകളായി തിരിഞ്ഞുകൊണ്ട് ഈ ദുരന്ത പ്രദേശത്ത് 4 സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധന തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു മഴ, തുടർച്ചയായി പെയ്യുന്ന മഴ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഇപ്പോഴും ഈ മണ്ണ് മാറ്റുന്ന പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്തെ പ്രധാനമായും ഈ മീനാക്ഷി പാലവും അതിനോട് ചേർന്നുള്ള ഭാഗത്തുള്ള മണ്ണ് ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സ്ഥലത്ത് ഈ നേരത്തെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് അവിടെ എടുത്ത് കൂട്ടിയിട്ട മണ്ണാണ് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ റോഡിലേക്ക് പതിച്ച പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് നടത്തുന്നതിനുള്ള വീഴ്ച വളരെ കൃത്യമായും തന്നെ ഈ ദുരന്ത മേഖലയിൽ എത്തുന്നവർക്കും കാര്യങ്ങൾ നേരിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെടാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ ജില്ലാ ഭരണകൂടവും സർക്കാർ സംവിധാനങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം നമുക്കറിയാം, വയനാട് ഇത് നേരത്തെ കഴിഞ്ഞ തവണ ദുരന്തമുണ്ടായ ചൂരൽമലയുടെയും മുണ്ടക്കൈയും ഒക്കെ അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ്. ഇത്തരത്തിലുള്ള വർഷകാലം അല്ലെങ്കിൽ കനത്ത മഴയുണ്ടാകുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ, പ്രത്യേകിച്ചും ഇത് നേരത്തെ തന്നെ ഈ മണ്ണ് ഇവിടെ കൂട്ടിയിട്ടത് അത് അപകടാവസ്ഥയിലാണ്, അപകടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ അറിയുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അത് കൃത്യമായി സമയബന്ധിതമായി അവിടെ നിന്നും മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വീഴ്ച അതേപടി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഥലം MLA-മാരും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടുന്നവർ, ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ കൃത്യമായ സമയബന്ധിതമായ ഈ ഒരു പദ്ധതി പ്രദേശം സന്ദർശിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തി മഴക്കാലത്തിന് മുൻപായി തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഈ ഒരു അപകടത്തിൽ വളരെ വ്യക്തമായും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ആ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ ജാഗ്രതയോ നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ആ ഒരു വീഴ്ച അതേപടി തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടായതിന് ശേഷം ഈ ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക തന്നെയാണ്. അതിനുശേഷം ഏറ്റവും പ്രധാനമായും ഈ ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്നും പൂർണ്ണമായും ഈ മണ്ണ് നീക്കം ചെയ്യുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനം, അതിനോടൊപ്പം തന്നെ അവിടെയുള്ള ഈ ദുരന്തബാധിത മേഖലകളിൽ
പ്രദേശങ്ങളിൽ ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിനടുത്തുള്ള ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുക എന്നുള്ള പ്രവർത്തനമാണ് ഉണ്ടായത്. അത്തരത്തിൽ 76 പേരെ 23 കുടുംബങ്ങളിൽ നിന്നുള്ളവരെ അവിടേക്ക് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ മരണം സ്ഥിരീകരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ കോഴിക്കോടേക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവിടേക്കാണ് കൊണ്ടുപോയത്. അതേസമയം തന്നെ കണ്ടെത്താനുള്ള ആളുകൾ 5 പേരാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നടക്കേണ്ടതുണ്ട്. ഇതിനുള്ള കൃത്യമായിട്ടുള്ള കാരണം, ഈ മണ്ണിടിച്ചിൽ ഏത് രീതിയിലാണ് ഉണ്ടായത്, അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ള പരിശോധനകളിലൂടെ മാത്രമേ ആ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ആ രീതിയിലുള്ള പരിശോധനകളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും പ്രദേശത്ത് ഇപ്പോൾ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. രാവിലെ മുതൽക്ക് തന്നെ മഴ ഒട്ടും വിട്ടുമാറിയിട്ടില്ല. ശക്തമായ മഴ തന്നെ ഇവിടെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ, മണ്ണ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനത്തെ ഇത് ബാധിക്കുന്നുണ്ട്. കനത്ത മഴ പെയ്യുമ്പോൾ അവിടെ നിന്നും വലിയ ചെളിയും അതോടൊപ്പം തന്നെ ഈ മഴവെള്ളവും ചെളിയും ചേർന്ന് ഒഴുകി താഴേക്ക് വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് ആണ് ഈ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന, തടസ്സം സൃഷ്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ കൂടിയും മഴ ഉണ്ടെങ്കിൽ കൂടിയും, ശക്തമായ മഴയുണ്ടെങ്കിൽ കൂടിയും ഈ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടില്ല. അതിപ്പോഴും പുരോഗമിക്കുകയാണ്. അക്ഷയ്.